അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഇത് സ്വർഗീയ ദൂതന്മാരാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, ഈ ഭൂമിയിലെ വാസകാലഘട്ടം നാം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ജനനത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് മറിയയുടെ അടുക്കൽ ഒരു ദൂതൻ വന്ന് അത് വ്യക്തമായിട്ട് മറിയോട് വെളിപ്പെടുത്തി. കർത്താവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാർക്ക് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന അരുളപ്പാട് അറിയിപ്പാൻ ഇടയായി തീർന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ച് പിശാചനാൽ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെയും ദൂതൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ച ആ പ്രത്യേക സന്ദർഭത്തിൽ കർത്താവിനെ ശക്തീകരിക്കുവാൻ സ്വർഗോന്നതങ്ങളിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ആ കല്ലറയ്ക്കൽ കർത്താവിൻ്റെ ശരീരത്തിന് സുഗന്ധ ദ്രവ്യങ്ങൾ പൂശുവാൻ സഹോദരിമാർ കടന്നു വന്നപ്പോൾ അവർ കണ്ട കാഴ്ച മിന്നുന്ന വസ്ത്രധാരിയായിരിക്കുന്ന ദൂതന്മാരെയാണ്. ഇവിടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്തും ആ ദൂതന്മാരുടെ സാന്നിധ്യം കാണുവാൻ കഴിയുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ പ്രധാന ദൂതൻ്റെ ശബ്ദം എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ജനനം മുതൽ കർത്താവിൻ്റെ സ്വർഗാരോഹണവും വരെ ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലും എന്നവൻ രക്ഷിക്കപ്പെടുന്നുവോ ആ സമയം മുതൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയം വരെയും സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം നീ അറിയാതെ നിന്നോട് കൂടെയുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.